എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വൈറ്റ് ബിയർഡ് ആള് തന്നെ ഡയറക്റ്റ് ആയിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എയ്സ്, എന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ പപ്പ ആള് തന്നെ നേരിട്ട് വരികയാണെന്ന് പറയും. അതിനുശേഷം ആ സ്ക്വാഡ് അങ്ങനെ നീട്ടും. വൈറ്റ് ബിയർഡിന്റെ ആക്ഷനും ഡയലോഗും പവറൊക്കെ കാണുമ്പോ ഇപ്പൊ പൈററ്റ്സിനാണെങ്കിൽ എവിടുന്നില്ലാത്തൊരു പവർ അങ്ങനെ ബൂസ്റ്റപ്പ് ആവുകയാണ്. ഉടനെ നേവി ആൾക്കാരാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തെ എയിം ചെയ്ത് അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. വൈറ്റ് ബിയർഡ് സിമ്പിളായി വിരലുകൾ വെച്ച് ഒരു ആക്ഷൻ കാണിക്കും. ആ ആക്ഷൻ കാണേണ്ട താമസം വന്ന ബുള്ളറ്റ്സ് എല്ലാം തിരികെ പോയി ആ നേവി ബേസ് തന്നെ അങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ കൺട്രോൾ റൂം, അവിടെയാണെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം ചേർന്ന് ആ എൻസൈക്ലിംഗ് വാള് അതിപ്പോ അവിടേക്ക് എനേബിൾ ചെയ്യാണ്. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അവക്കിജി ഓൾറെഡി അവിടെ ഒരുപാട് സ്ഥലത്ത് ഐസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വാളാണെങ്കിൽ സ്ട്രോങ് ഐസിൽ തട്ടി അതിനിപ്പോ മുകളിലേക്ക് ഉയരാനായിട്ട് കഴിയില്ല. എങ്ങനെയെങ്കിലും ആ വാൾ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ പരസ്പരം തർക്കിക്കാൻ തുടങ്ങും. അതേസമയം സ്ക്വാഡ് അവനവന്റെ സ്ക്വാഡൊക്കെ താഴെയിട്ട് ഒരുപാട് വിഷമത്തില് അങ്ങനെ മുട്ടുകുത്തിയിരുന്ന് കരയാണ്. അവനവന്റെ പപ്പയെ അദ്ദേഹത്തെ അവിശ്വസിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തന്നെ കത്തി കുത്തി ഇറക്കി. ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്റെ പപ്പയെ ഞാൻ അവിശ്വസിച്ചു, അദ്ദേഹത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, അദ്ദേഹത്തിന്റെ നെഞ്ചില് കത്തി കുത്തി ഇറക്കി. ഞാനൊരു മഹാപാപിയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഏങ്ങലടിച്ച് കരയും. അപ്പൊ ദൂരത്തായിട്ട് മാർക്കോ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് പൈററ്റ്സ് അവരിപ്പോ ടെൻഷനായിട്ട് പരസ്പരം പറയും, ആ സ്ക്വാഡ് അവൻ ശരിക്കും നന്ദിയില്ലാത്തവനാണ്. ആ നേവിക്കാര് പറയുന്നത് കേട്ട് അത് കണ്ണു അടച്ച് അവൻ വിശ്വസിച്ചു. നമ്മളെപ്പോലും നിമിഷത്തേക്ക് അവൻ തെറ്റിദ്ധരിപ്പിച്ചു. സത്യത്തില് അവന് പപ്പയുടെ മകനാവാനുള്ള യാതൊരു യോഗ്യതയുമില്ല. സ്ക്വാഡിനാണെങ്കിൽ ആ കുറ്റപ്പെടുത്തല് അതൊന്നും താങ്ങാനായിട്ട് കഴിയില്ല. അവൻ വീണ്ടും വീണ്ടും എയ്സിനെയും അവന്റെ ഡാഡി വൈറ്റ് ബിയർഡിനെയും നോക്കി അപ്പ് ചോദിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ മാർക്കോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. സ്ക്വാഡ്, നീ വെറുതെ ഇങ്ങനെ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഇങ്ങനെ മുതല കരയും പോലെ ഒരുപാട് നേരം കരഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടോ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പപ്പയ്ക്കും വേണ്ടി എയ്സിനും വേണ്ടി നീ ഇപ്പൊ ചെയ്യണമെന്ന് പറയും. അതേസമയം ജോസുവും മീശക്കാരനും അങ്ങനെ എല്ലാവരും ചേർന്ന് വൈറ്റ് ബിയർഡിന്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദൂരത്തായിട്ട് നേവി സോൾജേഴ്സ് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് അവരിപ്പോ പൈററ്റ്സിനെ നോക്കി അറഞ്ചം പൊറഞ്ച് ഷൂട്ട് ചെയ്യും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കഥാനായകൻ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ എപ്പിസോഡുകളായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ചെക്കൻ മാത്രം ഇതുവരെ എയ്സിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. ലൂഫി ടേൺ ചെയ്ത് ഇപ്പൊ വൈറ്റ് ബിയർഡിനെ നോക്കും. വൈറ്റ് ബിയർഡ് കളത്തിലിറങ്ങി നല്ല ഇരുമ്പ് പോലെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു കുത്ത് അത് നെഞ്ചത്ത് തന്നെ കിട്ടിയിട്ടും അപ്പൂപ്പിന് യാതൊരു കൂസലും ഇല്ല. വയസ്സാനാലും നിന്റെ അഴകും തിറമയും നിന്നെ വിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ചാടി ഓടുകയാണ്. മറ്റൊരു ഭാഗത്ത് സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ പ്രാസയുടെ അകത്തേക്ക് ചാടി ഓടുകയാണ്. സെൻഗോക്കുവിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കാരണം ആ എൻസർക്കിൾ വാൾ അത് ഇതുവരെ എനേബിൾ ആയിട്ടില്ല. ആക്ച്വലി ആ എൻസൈക്ലിംഗ് വാള് അത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അതിനു മുൻപ് പ്ലാസയ്ക്കുള്ളിലേക്ക് പൈററ്റ്സ് കയറി കഴിഞ്ഞാൽ പിന്നെ നേവിക്കാരുടെ കയ്യിൽ ഒന്നും തന്നെ നിൽക്കില്ല. അതിനുവേണ്ടി ഇപ്പോ പൈററ്റ്സിനെ തടയാനായി വൈസ് അഡ്മിറൽ ജോണിനെ പ്ലാസയ്ക്ക് മുൻപിലേക്ക് അയക്കും. ആള് നിസ്സാരക്കാരനല്ല, വലിയൊരു ജയന്റ് ആണ്. ആളെ കൊണ്ട് പറ്റും പോലെ ചുറ്റുമുണ്ടായിരുന്ന പൈററ്റ്സുകളെല്ലാം ദൂരേക്ക് അട്ടിച്ചു തെറിപ്പിക്കും. അവൻ കയ്യിൽ കിട്ടിയ പൈററ്റ്സിനെ എല്ലാം തന്നെ തല്ലി കൊല്ലുകയാണ്. അതിനെല്ലാം ശേഷം അവൻ സ്ട്രെയിറ്റ് ആയി വൈറ്റ് ബിയർഡിനടുത്തേക്ക് വരും. തുടക്കം തന്നെ അവന്റെ കയ്യിലുള്ള സ്ക്വാഡ് വെച്ച് ഇപ്പൊ വൈറ്റ് ബിയർഡിനെ ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ സിമ്പിളായി അവിടുന്ന് മാറും. വൈറ്റ് ബിയർഡ് ഇപ്പൊ ആളുടെ കൈവിരലിൽ ഞൊട്ടിക്കും. ആ ഒരു പവറിൽ അവൻ പറന്നു പോവാണ്. അതിനുശേഷം വൈറ്റ് ബിയർഡ് ആള് വീണ്ടും എയറിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു പവറിൽ അവനാണെങ്കിൽ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു വലിയ ഇമ്പാക്റ്റില് ആ സ്ഥലം തന്നെ ഒരു ഭാഗത്തേക്ക് ചെരിയാണ്. നേവി സോൾജേഴ്സ്, പൈററ്റ്സ് എന്ന് വേണ്ട എല്ലാവരുടെയും കൺട്രോൾ പോയി ഒരു ഭാഗത്തേക്ക് ചെരിയും. ഇവിടെ എയ്സിന് പോലും കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല. അത്രയും നേരം ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ലൂഫി പോലും ആ പവറിൽ തെറിച്ച് വീഴാണ്. അപ്പൊ എല്ലാവരും കാണും ദൂരത്തായിട്ട് കടല് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഗ്രാമത്തിലുള്ള ബിൽഡിങ്സ് പോലും തകർന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കൊളാപ്സായി താഴേക്ക് വീഴും. ഐലാൻഡിന് ചുറ്റുമുള്ള കടലുകളെല്ലാം തന്നെ അങ്ങനെ അവിടേക്ക് ശക്തിയായിട്ട് അടിച്ചു കയറി വരും. കപ്പലുകള്, ചെറിയ ചെറിയ ബോട്ടുകള്, തോണികള് അതെല്ലാം തന്നെ അടിച്ച് തെറിപ്പിച്ച് വരികയാണ്. ലൂഫി ആണെങ്കിൽ ഏതോ ഒരു ചുഴിയിൽ പെട്ടുപോകും.
അവന്റെ കൈ നീട്ടി എങ്ങനെയെങ്കിലും ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഉടനെ ജിംബൈ ആളിപ്പോ ലൂഫിയുടെ കൈ പിടിച്ച് മുകളിലേക്ക് വലിക്കും. ലൂഫി ടെൻഷനായിട്ട് പറയും, ആ വൈറ്റ് ബിയർഡ് ആള് വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുകയാണ്. ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നത് നമ്മളാണ്. അതേസമയം ദൂരത്തായിട്ട് ആ മിലിറ്ററി സോൾജിയേഴ്സിനെ കാണിക്കും. അവരും വൈറ്റ് ബിയർഡിന്റെ ഇത്തരത്തിലുള്ള വലിയ അറ്റാക്കിൽ പെട്ട് ശ്വാസമൊക്കെ വലിച്ച് ജീവന് വേണ്ടി തുടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ നേവി ബേസ് കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സ് എല്ലാം തവിട് പൊടിയായി വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് ഏതാ ബിൽഡിങ്ങുകൾ ഏതാ എന്നൊന്നും മനസ്സിലാവാതെ ആ നേവി സോൾജേഴ്സ് അതങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കും. വേൾഡിൽ തന്നെ നമ്പർ 1 പൈററ്റിന്റെ പവർ അതെന്താണെന്ന് ഇപ്പൊ നേവിക്കാർക്ക് ഏകദേശം പിടികിട്ടി. അതേസമയം വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരു ജയന്റ് അവനാണെങ്കിൽ വലിയൊരു പേടിയിലാണ്. അവനത്തെ മുഖാമുഖം കണ്ടാണ് അവൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട് ഇപ്പൊ അവന് ജീവൻ തിരികെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഉടനെ അവൻ പേടിയൊക്കെ മറന്ന് ചടകൊടഞ്ഞ് എഴുന്നേക്കും. അവനിപ്പോ വീണ്ടും വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് ആട്ടി എരന്ന് വാങ്ങാനായി പോവും. അവൻ അടുത്ത് വരെ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അങ്ങനെ ഒരു കൂസലില്ലാതെ നിൽക്കും. അവൻ ക്ലോസ് എത്തുമ്പോ വൈറ്റ് ബിയർഡ് കൈ ചുരുട്ടി വീണ്ടും ഇപ്പൊ വലിയൊരു പഞ്ച് വെച്ചു കൊടുക്കും. ആ ഒരു പഞ്ചിന്റെ പവറിൽ അവൻ തെറിച്ച് ദൂരേക്ക് പോവും. പഞ്ചിന്റെ പവർ അതങ്ങനെ 10 മടങ്ങായി വീണ്ടും ആ നേവി ബേസ് ഇളക്കി മറിച്ച് ഇപ്പോ എയ്സിന്റെ അടുത്തേക്കായിരിക്കും പോവാ. സെൻഗോക്കു ആണെങ്കിൽ ആ പവറിന്റെ പോക്ക് അത് നോക്കി നിൽക്കുകയാണ്. അത് എയ്സ് നിൽക്കുന്ന ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തെത്തുമ്പോ അങ്ങനെ ഇല്ലാതാവാണ്. അപ്പോഴായിരിക്കും ക്യാമറ സൂം ചെയ്ത് അവിടെ നിൽക്കുന്ന 3 അഡ്മിറൽസിനെ കാണിക്കുക. അവർ 3 പേരും കൈവച്ച് അവരുടെ പവർ ഉപയോഗിച്ചാണ് ആ പവറിനെ ഇല്ലാതാക്കിയത്. ഉടനെ അവക്കിജാണ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ആ ഒരു വാള് അത് ഇതുവരെയായിട്ടും ഓപ്പൺ ചെയ്യാത്തത്? അതിനാവും പറയും, നീ കാരണമാണ് അത് സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് ഐസ് റിമൂവ് ചെയ്താൽ മാത്രമേ വാള് കൊണ്ടുവരാനായിട്ട് കഴിയൂ. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ പവർ അവർ തടഞ്ഞത് കണ്ട് 1 സെക്കൻഡ് ഷോക്കാവും. ഡയമണ്ട് ജോസ് പറയും, ഇതാണ് പറ്റിയ അവസരം. നമ്മുടെ വൈറ്റ് ബിയർഡിന്റെ അറ്റാക്കില് അവിടെ വലിയൊരു ദ്വാരം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലൂടെ അകത്തേക്ക് കയറി ആ നേവിക്കാരെ അറ്റാക്ക് ചെയ്യാം. ആക്ച്വലി ഈ നേവിക്കാര് വളരെ ബാഡ് ആയിട്ടുള്ള വഴികളിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പൈററ്റ്സിനെ തോൽപ്പിച്ച് വിജയിക്കുക എന്നത് മാത്രമാണ്. ഇവിടെ സെൻഗോക്കു ആണെങ്കിൽ വീണ്ടും ആ വാള് അത് മുകളിലേക്ക് ഉയർത്താനായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനാണെങ്കിൽ അത്രയും വലിയ ഐസ് ബ്രിക്സ് മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് വരാനുള്ള പവർ ഇല്ല. അതിന് സെൻഗോക്കു ആണെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ പവർ കൂടെ ഇവിടേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വാളിന് കൂടുതലായിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാനായി പറയും. ഇവിടെ ലൂഫി ആണെങ്കിൽ ദിവസങ്ങൾ കൊണ്ടുള്ള ഓട്ടം കൊണ്ട് ഏകദേശം ഐസ് നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ എത്തി. അവന്റെ കൈ അങ്ങനെ നീട്ടി ആ ബിൽഡിംഗ് പിടിച്ച് മുകളിലേക്ക് കയറാൻ നോക്കും. അപ്പോഴായിരിക്കും കൺട്രോൾ റൂമിലുള്ള ഉദ്യോഗസ്ഥര് അവരിപ്പോ ഫുൾ എനർജിയും വാളിലേക്ക് അപ്ലൈ ചെയ്യുക. എനർജി ബൂസ്റ്റ് ആയ വാളാണെങ്കിൽ ഇപ്പൊ നിമിഷ നേരം കൊണ്ട് മുകളിലേക്ക് ഉയരും. വാള് വന്ന് ലൂഫിയുടെ കയ്യിൽ ശക്തിയായിട്ട് ഇടിച്ച് അവന്റെ പിടിവിട്ട് താഴേക്ക് വീഴാണ്. ഒരു പൈററ്റ് ആണെങ്കിൽ വലിയൊരു കത്തിയെടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ ആ കത്തി തവിട് പൊടിയായി പോവും. മറ്റൊരു പൈററ്റ് അതിന് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്പോഴും അതിനൊരു സ്ക്രാച്ച് പോലും വീടില്ല. സ്റ്റീലും അയൺ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള വാളാണത്. അടുത്ത നിമിഷം ആ വാളിന് ചുറ്റും ഒരുപാട് പീരങ്കികള് അങ്ങനെ ഫോക്കസ് ആയി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് മാത്രം ആ വാളിന് പുറത്തേക്ക് വരാനാവില്ല. അവിടെയാണ് നമ്മുടെ ഓറ് അവൻ കിടക്കുന്നത്. അവന്റെ വെയിറ്റ് അവിടെയുള്ള വാളിന് താങ്ങാൻ കഴിയാതെ അതിപ്പോ അവിടെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ഓർ ജീവൻ നഷ്ടമായി അവിടെ കിടക്കുന്നത് കാണുമ്പോൾ എയ്സിന് ഒരുപാട് വിഷമം തോന്നും. അതേസമയം സ്ക്വാഡ് ചിന്തിക്കുക, ഓർ മരിച്ചിട്ട് പോലും നമ്മളെ സഹായിക്കുകയാണ്. സോ ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അടുത്ത നിമിഷം അക്കൈനോ ആണെങ്കിൽ അവന്റെ ലാവാ പവർ അത് വെച്ച് മുകളിലേക്ക് ഷൂട്ട് ചെയ്യും. എല്ലാവരും മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഉടനെ ഒരു പൈററ്റ് അവൻ എന്തോ കണ്ട് നിലവിളിക്കുകയാണ്. ഉടനെ ക്യാമറ ആണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് സൂം ചെയ്യും. അവൻ മുകളിലേക്ക് അയച്ച ആ ലാവ അതാണെങ്കിൽ നല്ല രീതിയിൽ കത്തിയെരിഞ്ഞ് താഴേക്ക് വരാണ്. സെൻഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി ഒരു കാരണവശാലും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ലാവയാണെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ താഴേക്ക് വന്ന് അറഞ്ച അടിച്ചു വീഴും. അത് കണ്ട് ലൂഫി അവൻ ഷോക്കായി നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.